നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പാ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങൾ വായിച്ച നല്ല വചനങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമാറാണ് കർത്താവേ. ആത്മാവിൻ്റെ കൃപയാ ഞങ്ങളെ നിറയ്ക്കുമാറാണ് അപ്പാ. കർത്താവേ, അപ്പാ, ഇതിൽ നിന്ന് കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളോട് കർത്താവേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണേ അപ്പാ. കർത്താവേ, അപ്പാ, ഞങ്ങൾ എന്നും കർത്താവേ വായിക്കുന്ന വചനങ്ങളാണല്ലോ അപ്പാ. എന്നാൽ കർത്താവേ, അങ്ങ് ഞങ്ങളോട് കർത്താവേ പുതിയതായി കർത്താവേ ഞങ്ങളോട് ഇടപെടുമാറാകണേ കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നപ്പ കർത്താവേ, ഇത് ചേർച്ചിനൊരു അനുഗ്രഹമായി കർത്താവേ, കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി അപ്പ, ഇൻഡിവിജ്വൽസിന് അനുഗ്രഹമാക്കി അങ്ങ് മാറ്റുമാറാകണേ അപ്പ. അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മളെപ്പോഴും നിലയിൽ കേട്ട് നമ്മൾ ഇതിനകത്തു നിന്നൊക്കെ കാര്യങ്ങൾ കേട്ടിട്ടുള്ളൊരു വചനമാണ്. അപ്പോൾ നമുക്കിവിടെ അറിയാം, ഇവിടെ ഒരു കഴുതക്കുട്ടിയെ കർത്താവ് പറയുന്നു, ഇന്ന സ്ഥലത്തുണ്ട്, നിങ്ങൾ അതിനെ കൊണ്ട് അഴിച്ച് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ആരെങ്കിലും നിങ്ങളോട് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പറയണം, ഇതിനെയും കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. അതിൽ ഇംഗ്ലീഷ് പറയുന്നതാണ്, ദി ലോർഡ് നീഡ്സ് ഇറ്റ്. കർത്താവിന് ഇതിനെയും കൊണ്ട് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്, കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത് ചിലപ്പോൾ അതൊരു ഒരു ഡെലിവറൻസിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് കാണാം എന്നുള്ള രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നെ ചിന്തിപ്പിച്ച വേറൊരു കാര്യമാണ്, യൂഷ്വലി നമ്മൾ ആനിമൽസിനെയൊക്കെ കെട്ടിയിടുന്നത് എന്തിനാ? അല്ലെങ്കിൽ നമ്മൾ പട്ടികളെയൊക്കെ കെട്ടിയിടുന്നത്, നമ്മളുടെ വീട്ടിലുള്ളതിനെയൊക്കെ കെട്ടിയിടുന്നത് എന്തിനാ? സാധാരണ ആനിമൽസിൻ്റെ ഒരു ഇതെന്താ, അവരെ കെട്ടിയിട്ടില്ലെങ്കിൽ അവരവിടുന്ന് പോയി കളയാൻ, എങ്ങോട്ടേലൊക്കെ പോയി കളയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ട്രെയിനിങ്ങിലൂടെ കടന്നു പോയാൽ മാത്രമേ ആ ആനിമൽ അവിടെ ഇരിക്കത്തുള്ളൂ. പിന്നെ അതിനെ കെട്ടിയില്ലെങ്കിലും, നമ്മുടെ വീടുകളിലൊക്കെ പട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, കുറച്ച് ട്രെയിനിങ് അതിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതവിടെ നമ്മളുടെ കമാൻഡിൽ അവിടെ ഇരിക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മളെ ചില സ്ഥലങ്ങളിലാക്കി വെച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ഇടങ്ങളിലാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മളിവിടെ കെട്ടപ്പെട്ടല്ലേ, നമ്മളിവിടെ തന്നെ കിടക്കത്തുള്ളോ എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക്, അല്ലെങ്കിൽ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ചിലപ്പോൾ കടന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ കഴുതക്കുട്ടി അവിടെ ആ ഒബീഡിയൻസിലേക്ക് എത്തണമെങ്കിൽ ഒരു ട്രെയിനിങ്ങിലൂടെ ചില വാക്കുകൾ, ആ യജമാനൻ പറയുന്ന ചില വാക്കുകൾ കേട്ട് അതനുസരിച്ച് പോകണമെങ്കിൽ ആ കഴുതക്കുട്ടിക്ക് കുറച്ച് നാള് അവിടെ കിടക്കേണ്ടതായ ആവശ്യമുണ്ട്. അതിനുശേഷം ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കഴുതക്കുട്ടി അവിടെ കെട്ടിയില്ല, അതവിടെ ഇല്ലായിരുന്നെങ്കിൽ യേശു കർത്താവ് പറയാ, നിങ്ങൾ അതിനെ അഴിച്ചോണ്ട് വരാൻ പറഞ്ഞ ആ കഴുതക്കുട്ടി അവിടെ ഉണ്ടോ? ഇല്ല അല്ലേ? അതിൻ്റെ ആവശ്യം, അതിനു വേണ്ടിയുള്ള പർപ്പസിന് വേണ്ടി അതിനെ അവിടെ നിർത്തിയേക്കുക. ആ പർപ്പസിന് വേണ്ടിയാണ് ആ കഴുതക്കുട്ടി അവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. ചില ഇടങ്ങളിൽ നമ്മൾ ആക്കിയിരിക്കുന്നത് ഒരു പർപ്പസ് പിന്നീട് ഉണ്ടാകണം. ആ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചില സ്ഥലത്ത് ആയിരുന്ന് അവിടെ സബ്മിഷനോടെ, അവിടെ ഒബീഡിയൻസോടെ ആയിരുന്നാൽ മാത്രമേ പിന്നീട് നമുക്ക് ആ പർപ്പസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പറയുക, ദൈവമേ എന്തിനാ എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? ഞാൻ ഇങ്ങനെയാണോ നിൽക്കേണ്ടത്? എനിക്ക് വേറെ വലിയ ഉദ്ദേശങ്ങളില്ലേ? എൻ്റെ മേൽ വലിയ മിനിസ്ട്രികളില്ലേ? അതൊക്കെയല്ലേ ഞാൻ ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ കെട്ടിക്കിടന്നാൽ എങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കാം. പക്ഷെ ആ കഴുതക്കുട്ടിയുടെ പോലത്തെ ആ ചിന്താഗതി നമുക്കുണ്ടായാൽ യേശു കർത്താവ് പറയാണ്, യേശുവിന് അതിനെയും കൊണ്ട് ആവശ്യമുണ്ട്. നമുക്ക് നമ്മളെ തന്നെ നോക്കി പറയാൻ പറ്റുമോ? യേശുവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് നാള് ആ സ്ഥലത്ത് യേശുപ്പ എന്താണോ പറയുന്നത് ആ കമാൻഡ്സ് കേട്ടിട്ട് അതിനോട് സബ്മിറ്റഡ് ആയിട്ട് ആ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇനി അതിനുശേഷം നമ്മൾ താഴോട്ട് വായിക്കുന്ന കാര്യമാണ്, അവിടെ കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നു. അതെല്ലാം നമ്മൾ വായിച്ചിട്ട് അതിൻ്റെ 8ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ പിന്നെ അവിടെ കഴുതയ്ക്കല്ല സ്ഥാനം. പിന്നെ അവിടെ നമ്മൾ കാണുന്നുണ്ട്, യേശു കർത്താവ് ആ കഴുതയുടെ പുറത്ത് കയറിയിരുന്നു. അതിനുശേഷം നമുക്ക് കഴുതേനെ പറ്റി ഒരു വാക്കുപോലും പറയുന്നില്ല. പിന്നെ പറയുന്നത്, ആളുകൾ ചില്ലകളിട്ടു, തുണികൾ വിരിച്ചു, യേശുവിന് ഹോശന്ന പാടി. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് ഉണ്ടായിരുന്ന ഒരു കഴുത അവിടെ കെട്ടപ്പെട്ടു, അവിടെ നിന്ന് പുറത്ത് വന്നു അല്ലേ? ആ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ പുറത്ത് വന്നു. പുറത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളിലൂടെ ഉയരേണ്ടത് ആരാ? നമ്മുടെ പേരല്ല. പിന്നെ ആ കഴുതക്കുട്ടിയെ ഹോശന്ന പാടിയെന്നല്ല പറയുന്നത്, യേശുവിനെ ഹോശന്ന പാടി. യേശുവിൻ്റെ നാമത്തെ ചുറ്റുമുള്ളവര് കണ്ടു. പക്ഷെ ആരുടെ പുറത്താണ് ഇപ്പൊ യേശു ഇരിക്കുന്നത്? കഴുതക്കുട്ടിയുടെ പുറത്താണ് ഇരിക്കുന്നത്. കഴുതക്കുട്ടി അവിടെ ഉണ്ട്, പക്ഷെ കഴുതക്കുട്ടിയുടെ പുറത്തിരിക്കുന്ന യേശുവിൻ്റെ
ആ സാന്നിധ്യത്തെ അല്ലെ ആ യേശുവിനെയാണ് എല്ലാവരും സ്തുതിക്കുന്നത്. അപ്പോൾ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ ആ ട്രെയിനിങ് കഴിഞ്ഞ് യേശുവിൻ്റെ പർപ്പസിന് വേണ്ടി നമ്മളെ കൊണ്ടുവന്നു നിർത്തി. പിന്നെ നമ്മൾ വിചാരിക്കരുത് നമ്മുടെ പേരാണ് ഉയരേണ്ടത്, പിന്നെ ആരുടെ പേരാണ് നമ്മളിലൂടെ ഉയരേണ്ടത്? യേശുവിൻ്റെ പേരാണ്. ബാക്കിയുള്ളവർ ചുറ്റും നിൽക്കുന്ന അത്രയും ജനം പിന്നെ പറയുന്നത് യേശുവിനെ പറ്റിയാണ്, യേശുവിനെയാണ് സ്തുതിക്കുന്നത്. ഇവിടെ നമ്മൾ ബൈബിളിൽ പല വ്യക്തികളെ പറ്റി കാണുന്നുണ്ടെങ്കിലും അതിനകത്ത് 10-ാമത്തെ വാക്യത്തിൽ ഒരാളുടെ പേര് പറയുന്നുണ്ട്, ദാവീദിന്. ഒന്ന് വായിക്കാവോ? പിതാവായ ദാവീദിന്റെ രാജ്യം എന്നുള്ളത്. ദാവീദിന്റെ ജീവിതം നമുക്കൊന്ന് ചിന്തിക്കാം അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ദാവീദിനെ കർത്താവ് വിളിക്കുന്ന സമയത്ത്, ദൈവം വിളിക്കുന്ന സമയത്ത് ദാവീദ് എവിടെയാ? ദാവീദ് കാട്ടില്ല അല്ലെ, വീട്ടിൽ പോലും ഇല്ല. അനോയിന്റ് ചെയ്യുന്ന സമയത്ത് ഇരിക്കുന്ന സ്ഥലത്ത് പോലും അല്ല, ദാവീദ് കാട്ടില്ല. ആ കാട്ടില് ദാവീദ് കുറച്ച് ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുക അല്ലെ, അവിടെ സെപ്പറേറ്റഡ് ആയിട്ട് കുറച്ച് ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുക. കടന്നുപോയി അഭിഷേകം ചെയ്തിട്ടും കുറേ നാൾ ദാവീദ് ഓടി നടക്കുക. ദാവീദ് അല്ലെ പല സ്ഥലങ്ങളിലാണ്, ശൗലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ പല ഇടങ്ങളിൽ അല്ലെ ആയിരുന്നു. പക്ഷേ തിരിച്ച് എന്ത് ചെയ്തു? എന്തിനാണോ അഭിഷേകം ചെയ്തത്, ആ അഭിഷേകം ചെയ്ത സ്ഥലത്തേക്ക് ദൈവം ദാവീദിനെ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ പുതിയ നിയമത്തിലൊക്കെ പല ഇടങ്ങളിൽ വായിക്കുമ്പോൾ ദാവീദിന് മുകളിലൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. ആ വാഗ്ദത്തം എന്തുവായിരുന്നു? നിന്റെ രാജ്യത്വം നിലനിൽക്കും. 2 ശമൂവേൽ 7-ാമത്തെ അധ്യായത്തിൽ ദാവീദിനോട് കർത്താവ് സംസാരിക്കുന്ന ഒരു വലിയ പാസേജ് നമുക്ക് കാണാം. അവിടെ പറയുന്നുണ്ട് നിന്റെ രാജ്യത്വം നിലനിൽക്കുമെന്നുള്ളത്. അതൊരു പ്രോമിസാണ്, അതൊരു വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നമ്മൾ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെ നിവർത്തിക്കുന്നത് കണ്ടു. അവിടെ ദാവീദ് ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, യേശു കർത്താവ് ജനിച്ചു. യേശു കർത്താവ് ജനിക്കുമ്പോൾ നമുക്കറിയാം, യോസഫിനെ പറ്റി പറയുമ്പോൾ യോസഫ് ഒരു ഡിസെൻഡന്റ് ഓഫ് ഡേവിഡ് ആണെന്ന് പറയുന്നുണ്ട്. യഹൂദന്മാർ യേശുക്രിസ്തുവിനോട് സംസാരിക്കുമ്പം അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ ഇവൻ ദാവീദിന്റെ മകനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. പലയിടങ്ങളിലും ദാവീദിനെ അവിടെ പരാമർശിച്ചിട്ടുണ്ട്. കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകുന്നു. പിന്നെ അപ്പോസ്തലന്മാർ പൗലോസൊക്കെ പറയുന്നുണ്ട്, ദാവീദ് കർത്താവിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. ദാവീദിന് മേൽ കൊടുത്ത പ്രോമിസ് അത് നിവർത്തിയായി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ പ്രോമിസ് കാണാൻ അല്ലെ അത് നിവർത്തിയാകുന്നത് കാണാൻ ദാവീദ് അവിടെ ഇല്ല. പക്ഷേ ദാവീദിന് മുകളിൽ ദൈവം എന്താണോ പകർന്നത്, അല്ലെങ്കിൽ ദാവീദിന് മുകളിൽ എന്ത് പ്രോമിസ് ആണോ കൊടുത്തത്, അത് നിവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. അവിടെ പിന്നെ അല്ലെ ദാവീദിന് മുകളിൽ ആ മഹത്വം ഇറങ്ങേണ്ട സമയത്ത്, അല്ലെങ്കിൽ ദാവീദിന് മുകളിൽ ആ പ്രോമിസ് നിറവേറേണ്ട സമയത്ത്, അത് വർഷങ്ങൾ കഴിഞ്ഞാലും അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ദാവീദ് അവിടെ ഇല്ലെങ്കിലും പറഞ്ഞ ദൈവം വിശ്വസ്തനാ. അപ്പോൾ നമ്മൾ പലയിടങ്ങളിൽ ദാവീദിന്റെ പേര് നമ്മൾ പിന്നെയും പരാമർശിക്കുന്നതായിട്ട് കാണാം. ദാവീദിന്റെ പുത്രൻ എന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ട് യേശു കർത്താവിനെ പറയുന്നുണ്ട്. അപ്പോൾ ദാവീദ് തന്നെ സബ്മിറ്റ് ചെയ്ത് തന്നെ ആ ട്രെയിനിങ് പീരീഡിലൂടെ കടന്നുപോയി. കർത്താവ് എന്നിട്ട് അവസാനം ദാവീദിനെ വിളിക്കുക, ദാവീദിനെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് അല്ലേ. ഈ കഴുതക്കുട്ടിയെ പറഞ്ഞ പോലെ കർത്താവിന് ഇന്നയാളെ പറ്റി അല്ലേ, നമുക്ക് നമ്മളുടെ പേര് പറഞ്ഞിട്ട് ഒന്ന് പറയാൻ പറ്റുമോ? യേശുവിന് എന്നെയും കൊണ്ട് അല്ലെ എസ്തേറിനെയും കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ ചില സമയത്ത് അല്ലെ കെട്ടപ്പെട്ട് എന്ന് തോന്നിയാലും അത് കെട്ടപ്പെട്ടൊരവസ്ഥയല്ല, അതിൽ നമ്മൾ സബ്മിറ്റഡായി ഇരിക്കാനുള്ള അതില്ലെങ്കിൽ നമ്മൾ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ സമയത്ത് സബ്മിറ്റഡായി ദൈവത്തിന് വേണ്ടി ദൈവം എന്താണോ നമ്മളോട് പറയുന്നത് അത് കേൾക്കാൻ നമ്മൾക്ക് തയ്യാറാവും. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനം 89-19 മുതൽ 29-ാമത്തെ വാക്യം വരെ. സങ്കീർത്തനം 89-19 മുതൽ 29 വരെ വാക്യം. അന്നു നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തത്, ഞാൻ വീരനായ ഒരുത്തിന് സഹായം നൽകുകയും ജനത്തിൽ നിന്നൊരു വൃദ്ധനെ ഉയർത്തുകയും ചെയ്തു. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ശത്രുവൻ അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല. ഞാൻ അവന്റെ വൈരികളെ അവന്റെ മുമ്പിൽ തകർക്കും, അവനെ പകയ്ക്കുന്നവരെ സംഹരിക്കും. എന്നാൽ എൻ്റെ വിശ്വസ്തതയും ദയയും അവനോട് കൂടെ ഇരിക്കും, എൻ്റെ നാമത്തിൽ അവന്റെ കൊമ്പ് ഉയർന്നിരിക്കും.
അവന്റെ കയ്യെ ഞാൻ സമുദ്രത്തിന്മേലും അവന്റെ വലം കയ്യെ നദികളുടെ മേലും നീട്ടുമാറാക്കും. അവൻ എന്നോട്, നീ എൻ്റെ പിതാവ്, എൻ്റെ ദൈവം, എൻ്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും. ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും. ഞാൻ അവൻ എൻ്റെ ദയയെ എന്നേക്കും കാണിക്കും. എൻ്റെ നിയമം അവന് സ്ഥിരമായി നിൽക്കും. ഞാൻ അവന്റെ സന്തതിയെ ശാശ്വതമായും അവന്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളവും നിലനിർത്തും. ഓക്കെ, ഇത് ദാവീദിനെ പറ്റിയുള്ള പ്രവചനം അല്ലെ, ആ പറഞ്ഞ പ്രോമിസിനെ പറ്റി ഒന്നുകൂടെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് പറയുന്ന ഒരു വാക്യമാണ് സങ്കീർത്തനം 89:19 മുതൽ 29 വാക്യം വരെ. പക്ഷെ അവിടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവിടെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ദാവീദിനെ കണ്ടെത്തി. ഐ ഹാവ് ഫൗണ്ട് ഡേവിഡ് മൈ സെർവൻറ്റ്. ഞാൻ അവനെ അനോയിൻറ്റ് ചെയ്തു അല്ലേ. അനോയിൻറ്റ് ചെയ്തിട്ട് ദാവീദിനെ ഒരു വാരിയറായിട്ട് അല്ലെ, ഒരു യുദ്ധം ചെയ്യാൻ തക്ക രീതിയിൽ, അത്രയും രീതിയിൽ സ്ട്രെങ്ത് ഉള്ള ഒരാളാണ്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ദാവീദ് എന്നെ, യു ആർ മൈ ഫാദർ, എൻ്റെ പിതാവ് അങ്ങാണ് എന്നും അല്ലേ. എന്നിട്ട് അതിനുശേഷം അതിൻ്റെ 35 വാക്യത്തിലോ അതിനുശേഷം പറയുന്നുണ്ട്, ദൈവം പറയുന്ന കാര്യമാണ്, ഞാൻ അവരിൽ നിന്ന് ഒരിക്കലും എൻ്റെ സ്നേഹം മാറ്റുകയില്ല. 33 വാക്യം, ഐ വിൽ നോട്ട് ടേക്ക് മൈ ലവ് ഫ്രം ഹിം. ഞാൻ ഒരിക്കലും അവനിൽ നിന്ന് എൻ്റെ സ്നേഹത്തെ മാറ്റത്തില്ല. അപ്പോൾ ദൈവം ഒരു വാഗ്ദത്തം ചെയ്ത ദാവീദ്, അവിടെ ആ ട്രെയിനിങ്ങിലൂടെ ദാവീദ് പോയപ്പോൾ ദാവീദ് മരിച്ചു, ദാവീദ് അടക്കപ്പെട്ടു. പക്ഷേ എത്ര വർഷങ്ങൾക്ക് ശേഷവും ആ പറഞ്ഞ വാഗ്ദത്തത്തെ നിവർത്തിക്കാൻ ദൈവം വിശ്വസ്തനായിരുന്നു. പക്ഷെ അവിടെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് പറയുന്നതാണ്, കർത്താവേ, നീ എൻ്റെ പിതാവാണ്. ദാവീദും ആ അപ്പൻ, ആ ഒരു മകൻ എന്ന ബന്ധത്തിൽ ദാവീദ് വന്നപ്പോൾ ആ ഒരു പ്രോമിസിനെ ഒന്നുകൂടെ ഒന്ന് ശക്തിപ്പെടുത്താൻ അല്ലെ, ഒന്നുകൂടെ അതിനെ ഒന്ന് ആക്കാൻ വേണ്ടി ഈ ഒരു ഇതിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളും ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, നമ്മൾ ഓരോരുത്തരും ആ റിലേഷൻഷിപ്പ് വ്യത്യാസമായിരിക്കും. പക്ഷെ എന്താണോ എനിക്ക് എൻ്റെ അപ്പയുമായിട്ടുള്ള ബന്ധം, എന്താണോ ദൈവമായിട്ടുള്ള ബന്ധം എന്താണോ, അതിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തി, എന്താണോ ദൈവം എനിക്ക് തന്നിരിക്കുന്ന മിനിസ്ട്രി, ദാവീദിനെ ഒരു ലീഡറായിട്ട് വിളിച്ചു, ഒരു കിങ്ങായിട്ട് വിളിച്ചു അല്ലെ. അങ്ങനെ അഭിഷേകം ചെയ്തിട്ടും പല മേഖലകളിൽ ദാവീദ് ആ ഒരു സീറ്റിലേക്ക് എത്തിയില്ല. പക്ഷെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ആ സീറ്റിലേക്ക് എത്തുന്നത്. പക്ഷെ ദൈവം വിളിച്ച മിനിസ്ട്രിക്ക് എന്താണോ അതിൽ വിശ്വസ്തമായി ദാവീദ് നിന്നപ്പോൾ അല്ലെ, അവിടെ സബ്മിറ്റഡ് ആയി നിന്നപ്പോൾ, എപ്പോഴാണോ ആ സിംഹാസത്തെ അല്ലെ, എന്താണോ ആ പ്രോമിസ് പറഞ്ഞത്, അതിനെ നിലനിർത്തി അല്ലെ, അതിനെ ശക്തിപ്പെടുത്തി, അതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ദൈവം വിശ്വസനായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അല്ലെ. ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് അല്ലെ, ദൈവം എങ്ങനെയാണോ നമ്മളെ വിളിച്ചിരിക്കുന്നത്, എന്താണോ നമ്മളുടെ മേലുള്ള മിനിസ്ട്രി, ആ മിനിസ്ട്രിയിലേക്ക് എത്താൻ വേണ്ടി, അത് ലീഡറാകാം, വേറെ എന്തെങ്കിലും, ചിലപ്പോൾ പ്രെയറിന് വേണ്ടിയുള്ള മിനിസ്ട്രി ആയിരിക്കും, എന്ത് മിനിസ്ട്രി തന്നെയാണെങ്കിലും ആ മിനിസ്ട്രിയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി ട്രെയിൻഡ് ആകുകയും അതിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മുടെ നാമം ഉയർത്തപ്പെടുവാനല്ല അല്ലേ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാനും ദൈവം നമ്മളിലൂടെ ഉയർത്തപ്പെടുവാനും നമ്മൾ അതിനായി നമ്മളെ തന്നെ താഴ്ത്താം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അല്ലെ, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളിലൂടെ കർത്താവിനെ കാണണം, ദൈവത്തെ കാണണം. പക്ഷെ നമ്മളിലൂടെ ദൈവത്തിനെ കാണണമെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ ഹമ്പിളായിട്ടിരിക്കണം. ചില സ്ഥലങ്ങളിൽ ദൈവത്തിന് എന്താണോ നമ്മൾ മേൽ പ്രവർത്തിക്കാനുള്ളത് അവിടെ നമ്മൾ ആയിരുന്നാൽ മാത്രമേ പിന്നീട് ദൈവത്തിന് നമ്മളെയും കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ഈ കാലങ്ങളിൽ ദൈവം എന്താണോ നമ്മളെ ഉദ്ദേശിക്കുന്നത്, എന്ത് മിനിസ്ട്രിയിലേക്കാണോ നമ്മളെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്ത്, ആ കഴുതക്കുട്ടി ചെയ്തതുപോലെ തന്നെ ആ കെട്ടപ്പെട്ട അവസ്ഥയാണെങ്കിലും അതൊരു ട്രെയിനിങ് ആയി കണ്ടെത്തി പിന്നീട് ദൈവത്തിൻ്റെ നാമത്തിനെ ഉയർത്തുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും, നമുക്ക് സഭയ്ക്കും കുടുംബങ്ങൾക്കും ദൈവം ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.